അമർജിത് സദ. നിങ്ങളിൽ ചിലരെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടാകും. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നു. എത്ര ഭീകരമായ അവസ്ഥയാണ്. ഒരു മനുഷ്യനെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന വിവിധ കാരണങ്ങളുണ്ട്. വ്യക്തിവൈരാഗ്യം, പണം, സ്ഥാനമാനങ്ങളൊക്കെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാവാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെയും കൊലപാതകങ്ങൾ സംഭവിക്കാറുണ്ട്. കൊലപാതകങ്ങൾ ഹരമായി കാണുന്ന സൈക്കോപാത്തുകൾ. അവർക്ക് അവരുടേതായ വിചിത്രമായ കാരണങ്ങളുണ്ടാകാം. ജാക്ക് ദ റിപ്പർ, സോഡിയാക് കില്ലർ തുടങ്ങിയവർ ഇതിനുദാഹരണമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ ഒരു ഇന്ത്യക്കാരനാണ്. കേവലം 8 വയസ്സ് മാത്രമുള്ളപ്പോൾ ക്രൂരമായ 3 കൊലപാതകങ്ങൾ നടത്തിയ അമർജിത് സദ. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. ബീഹാറിലെ മുസഹർ എന്ന ഗ്രാമത്തിൽ 1998 അമർജിത് ജനിക്കുന്നത്. നിർധന കുടുംബം. കടുത്ത ദാരിദ്ര്യത്തിലാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അവന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അവരുടെ ഏക പ്രതീക്ഷയായിരുന്നു അമർജിത് സദ. ദിവസേന 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആ കുടുംബത്തിൽ നിന്ന് അധികമാരും സ്ഥിരമായി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അമർജിത്തിന് 7 വയസ്സുള്ളപ്പോഴാണ് അവനൊരു സഹോദരി ജനിക്കുന്നത്. അതോടെ കുടുംബത്തിന്റെ കാര്യം കൂടുതൽ പരുങ്ങലിലായി. അമർജിത്തിന് സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ സമയവും അവൻ ഒറ്റയ്ക്കായിരുന്നു. മരങ്ങൾ കയറാനും ഗ്രാമങ്ങളിൽ ഒറ്റയ്ക്ക് റോന്തു ചുറ്റാനും ഒക്കെയായിരുന്നു അവന് താല്പര്യം. അതിലൊക്കെ അവൻ ആശ്വാസം കണ്ടെത്തി. അങ്ങനെയിരിക്കെയാണ് അവരുടെയെല്ലാം ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവം ഉണ്ടായത്. അമർജിത്തിന്റെ അമ്മയുടെ സഹോദരി അവരുടെ വീട്ടിലെത്തി. അവർക്ക് പട്ടണത്തിൽ ഒരു ജോലി ശരിയായിരുന്നു. അവരുടെ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാനായി കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അമർജിത്തിന്റെ കുടുംബത്തിൽ ഏൽപ്പിക്കാനാണ് അവർ വന്നത്. ഇപ്പോൾ തന്നെ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരാൾ കൂടി വന്നാൽ നില കൂടുതൽ പരുങ്ങലിലാകുമെന്ന് അറിയാമായിരുന്നെങ്കിലും അമർജിത്തിന്റെ കുടുംബം അതിന് സമ്മതിച്ചു. തന്റെ കുഞ്ഞ് ഇവിടെ പൂർണ്ണ സുരക്ഷിതയായിരിക്കുമെന്ന വിശ്വാസത്തിൽ ആ അമ്മ പട്ടണത്തിലേക്ക് വണ്ടി കയറി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ കുഞ്ഞിനെയും അവന്റെ അനിയത്തിയെയും അമർജിത്തിനെ ഏൽപ്പിച്ച് അവന്റെ അമ്മ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി പോയി. അവൻ ആ സമയം ആ കുഞ്ഞിനെ തല്ലാനും പിച്ചാനും ഒക്കെ തുടങ്ങി. വേദന സഹിക്കാനാവാതെ ആ കുഞ്ഞ് നിലവിളിച്ചു. ആ കുഞ്ഞിന്റെ കരച്ചിൽ അവന് ആസ്വാദ്യകരമായി തോന്നി. അവൻ അതിനെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കാൻ തുടങ്ങി. അതിന്റെ കരച്ചിൽ ഒരു ലഹരി പോലെ അവന്റെ ശരീരത്തിലേക്ക് പടർന്നു കയറി. അവൻ തന്റെ കൈകൾ ആ കുഞ്ഞിന്റെ കഴുത്തിൽ മുറുക്കി. ആ കുഞ്ഞ് പ്രാണവായുവിനായി പിടഞ്ഞു. അത് കണ്ട് അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൻ ആ കുഞ്ഞിന്റെ കഴുത്തിലെ പിടി കൂടുതൽ മുറുക്കി. ഒടുവിൽ പിടഞ്ഞു ആ കുഞ്ഞ് നിശ്ചലയായി. കുഞ്ഞു മരിച്ചെന്ന് മനസ്സിലാക്കിയ അമർജിത് മൃതദേഹം കുറച്ച് അകലെ കൊണ്ട് മറവ് ചെയ്തു. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അമ്മ മാർക്കറ്റിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അവൻ അമ്മയോട് പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അമ്മ ഇക്കാര്യം അവന്റെ അച്ഛനെ അറിയിച്ചു. സംഭവം അറിഞ്ഞ അച്ഛൻ അവനെ പൊതിരത്തല്ലി. എങ്കിലും പോലീസിൽ അറിയിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. കുഞ്ഞിന്റെ അമ്മയോട് ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയുകയും ചെയ്തു. ഇതേ സമയം അവന്റെ അടുത്ത ഇരയെ തേടി അമർജിത്തിന് ദൂരെയെങ്ങും പോകേണ്ടി വന്നില്ല. വെറും 6 മാസം മാത്രം പ്രായമുള്ള അവന്റെ അനിയത്തിയായിരുന്നു അടുത്തതായി അവന്റെ ക്രൂരതയ്ക്ക് പാത്രമായത്. അവന്റെ അച്ഛനും അമ്മയും ഉറങ്ങിക്കിടന്നൊരു നിമിഷം കഴുത്തു ഞെരിച്ചും കല്ലുകൊണ്ട് തലക്കടിച്ചും അവൻ ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നു. ഈ സംഭവം പുറത്തറിയാതിരിക്കാനാണ് അവന്റെ കുടുംബം ശ്രമിച്ചത്. പോലീസിൽ അറിയിക്കുന്ന കാര്യത്തെപ്പറ്റി അവന്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ ഇത് കുടുംബകാര്യമാണെന്നും ഇത് ഞങ്ങളുടെ സ്വകാര്യമാണെന്നും പറഞ്ഞതായി അവന്റെ അമ്മാവൻ പിന്നീട് പോലീസിനോട് പറയുകയുണ്ടായി. ഒരുപക്ഷെ അവർ അന്നത് പോലീസിൽ അറിയിച്ചെങ്കിൽ ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു. 2007 അവന്റെ അവസാന കൊലപാതകം. ഖുശ്ബു എന്ന വെറും 6 മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞ്. ഉറക്കത്തിലായിരുന്ന കുഞ്ഞിനെ അടുത്തുള്ള പ്രൈമറി സ്കൂളിൽ ഏൽപ്പിച്ചിട്ടാണ് അവളുടെ അമ്മ ചുൻചുൻ ദേവി പുറത്തേക്ക് പോയത്. എന്നാൽ അവർ തിരികെ എത്തിയപ്പോൾ കുഞ്ഞവിടെ ഇല്ലായിരുന്നു. നാട്ടുകാർ ആ കുഞ്ഞിനു വേണ്ടി തിരച്ചിൽ തുടങ്ങി. അവസാനം അവരുടെ സംശയം അമർജിത്തിലേക്ക് എത്തി. അവരുടെ കുടുംബത്തിൽ നടന്ന മരണങ്ങളിൽ അമർജിത്തിന് പങ്കുള്ളതായി നാട്ടുകാർക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. ഒടുവിൽ അവൻ തന്നെയാണത് ചെയ്തതെന്ന് അമർജിത് സമ്മതിച്ചു. നാട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു. എങ്കിലും പോലീസിന് അത് വിശ്വസിക്കാനായില്ല. വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി കൊലപാതകങ്ങൾ ചെയ്യുകയോ? അവരുടെ സംശയം സ്വാഭാവികമായിരുന്നു. ആ കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്ത സ്ഥലം കാണിച്ചു കൊടുത്തപ്പോഴാണ് പോലീസുകാർക്ക് വിശ്വാസമായത്. പോലീസുകാരുടെ ചോദ്യം ചെയ്യലിലും അവൻ യാതൊരു വികാരവും പ്രകടിപ്പിച്ചില്ല. ചോദ്യങ്ങൾ ചോദിച്ച പോലീസുകാരോട് വിവരങ്ങൾക്ക് പ്രതിഫലമായി അവൻ ബിസ്ക്കറ്റ് ആവശ്യപ്പെട്ടു. കണ്ടുപിടിക്കപ്പെട്ടതിലുള്ള പരിഭ്രമമോ തെറ്റ് ചെയ്തതിലുള്ള പശ്ചാത്താപമോ ഒന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. ഖുശ്ബുവിന്റെ കൊലപാതകത്തെക്കുറിച്ചും നിർവികാരനായി അവൻ വിവരിച്ചു. അവൾ സ്കൂളിൽ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവളെ കുറച്ചകലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു. അവൾ മരിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ മൃതദേഹം മറവ് ചെയ്തു, അവൻ പറഞ്ഞു. ഇതുകൂടാതെ താൻ മുൻപ് ചെയ്ത മറ്റു 2 കൊലപാതകങ്ങളെ പറ്റിയും അത് ചെയ്ത രീതിയുമൊക്കെ അവൻ പോലീസുകാരോട് വിവരിച്ചു. അവനെ മാനസികാരോഗ്യ വിദഗ്ധർ പരിശോധിച്ചു. മെഡിക്കൽ ടെസ്റ്റുകളും മറ്റും നടത്തിയതിനു ശേഷം അവന് പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടെന്ന് അവർ സ്ഥിരീകരിച്ചു. മറ്റുള്ളവരുടെ വേദനയിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ഒരുതരം സാഡിസ്റ്റിക് ബിഹേവിയർ അവനുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അമർജിത്തിന്റെ പ്രായം കാരണം ഒട്ടേറെ വെല്ലുവിളികൾ പോലീസിന് നേരിടേണ്ടി വന്നു. ഇന്ത്യൻ നിയമം അനുസരിച്ച് ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ജയിലിലടയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി അവനെ 18 വയസ്സ് തികയും വരെ റിമാൻഡ് ഹോമിലേക്ക് അയച്ചു.
അവിടെയും അവൻ കൂടുതൽ സമയവും ഒറ്റയ്ക്കാണ് ചെലവഴിച്ചത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 2016 അവന് 18 വയസ്സ് തികഞ്ഞപ്പോൾ അവൻ പുറത്തിറങ്ങി. പുതിയൊരു പേരിലാണ് അവൻ പുറത്തിറങ്ങിയത്. പിന്നീട് അവൻ എന്തു ചെയ്യുകയാണെന്നോ എവിടെയാണെന്നോ എന്നതിനെപ്പറ്റി യാതൊരു വിവരങ്ങളും ലഭ്യമല്ല. പുതിയൊരു പേരിൽ നമുക്കിടയിൽ ഒരുപക്ഷെ അവനുണ്ടാകാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.